नहीं नहीं വാട്സ്ആപ്പ് യൂട്യൂബ് ഒരു വെറൈറ്റി അടിച്ചു നോക്കിയതാ. ഇപ്പൊ നമ്മള് പോകുന്നത് ബൈസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പേൽഗാമിന്ന് 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വില്ലേജ് ഉണ്ടാവും. ആ വില്ലേജിനെയാണ് നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. രാവിലെ കഴിഞ്ഞിട്ടു സമയം ഇപ്പൊ 5:30 കഴിഞ്ഞിട്ടുണ്ട്. 3 ഡ്രസ് ഇട്ടിട്ടുണ്ട്, 2 പാന്റ്. എന്നിട്ടും തണുക്കുണ്ട്. ഗ്ലൗസ് ഇല്ല, നമ്മുടെ കയ്യിൽ മഫ്ലർ ഇല്ല, മങ്കി ക്യാബ് ഇല്ല, നത്തിങ്. നമ്മൾ പോവാണ് ബൈസാർ. എന്നിട്ട് പെട്ടെന്ന് നമുക്കൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ തുലിയ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ട്. ഒരു 17 കിലോമീറ്റർ ട്രക്കിങ്. നമ്മളിപ്പോ രാവിലെ കയറി തുടങ്ങി കഴിഞ്ഞാൽ ഉച്ച കഴിയും അവിടത്തെ. ബൈസാറിൻ വില്ലേജിൽ ചെന്നാൽ മാത്രമേ അവിടെ പോകാൻ പറ്റൂല്ലോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാര്യം ഓരോ ദിവസത്തെ കാര്യങ്ങൾ അന്ന് രാവിലെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അവിടെ പോയി നമ്മളൊരു ലോക്കൽ ഗൈഡിനെ ഹയർ ചെയ്യണം. അതിനുശേഷം ഓൻ്റെ ഒപ്പം ഒരു വലിയ ഗ്യാങ് ആയിട്ട് നമുക്ക് പോകേണ്ടി വരും. എന്തായാലും അത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 5 കിലോമീറ്റർ ഉണ്ടാവും. ആയിക്കുണ്ട് തേരി കയറിയപ്പോ സീനിക്ക് ബ്യൂട്ടിന്റെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ ഇവിടുന്ന് തന്നെ അന്യായ ഭംഗിയാണ്. വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചെളിയായതുകൊണ്ട് നമ്മൾ ഇതാണ് വഴി. ഈ മുള്ളുവേലിക്ക് അപ്പുറം നമ്മൾ മുള്ളുവേലി ചാടിയിട്ട് മലയിലോട് അടക്കാണ്. അതിനെ കിട്ടൂല അല്ലേ? നമുക്ക് അങ്ങോട്ട് വേണം പോവാ. ചൂരച്ചങ്ങായി പോയല്ലേ അവിടെ. ഓ പോണം, വേണ്ടി വരും. ആദ്യം ഇത് ചാടി കിടക്ക്. ശരിക്കും ഇപ്പോൾ നല്ല ഉൾപ്രദേശം എത്തി കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഇവിടുത്തെ ലോക്കൽസ് സ്റ്റേ ചെയ്യണേ കണ്ട്. ഇങ്ങനെ വഴി വെറും പാറക്കുന്നും കാര്യങ്ങളൊക്കെയാ. നമ്മളിങ്ങനെ കയറണം. അപ്പം പോരെ. ബൈസാറൻ പിക്നിക് സ്പോട്ടിലെത്തി നമ്മൾ. പക്ഷെ ഇവിടെ അടച്ചേക്കാണ്, ലോക്ക് ചെയ്തേക്ക. ആരും കാണുന്നില്ല. എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. നമുക്കാണെങ്കിൽ പോകേണ്ടത് എങ്ങോട്ടെന്ന് അറിയില്ല. ഇവിടെ ആരും ചോദിക്കാനും ആരെയും കാണില്ല. സംഭവം നൈസ് സ്ഥലമാണ്, പക്ഷെ ആരുമില്ല. എന്ത് ചെയ്യണി? നമുക്ക് വില്ലേജിലേക്കാണ് പോകേണ്ടത്. വില്ലേജ് എവിടെ ആവോ? നെറ്റ്വർക്കും ഇല്ല ഗൂഗിളിൽ നോക്കാനായിട്ട്. ഡിഫിക്കൽട്ടി ലെവൽ മോഡറേറ്റ്. മാക്സിമം ആൾട്ടിറ്റ്യൂഡ് 3684 മീറ്റർ. ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ. ഡ്യൂറേഷൻ 3 മണിക്കൂർ. നേച്ചർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേസ് ടു ഹീൽ ആൻഡ് റീചാർജ്. നമ്മളപ്പോൾ 7 കിലോമീറ്റർ കവർ ചെയ്തു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. 2 മണിക്കൂർ നടന്നു. മല തന്നെ ഇങ്ങനെ കയറി. പുറയിലൊക്കെ ഫുള്ള് മലകളും കാര്യങ്ങളാണ്. ക്യാമറയിൽ ആ ഒരു ഫീല് കിട്ടുന്നില്ല എന്ന് എനിക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് ഈ 10 കിലോമീറ്റർ. ഇപ്പോൾ ടോട്ടൽ 17 കിലോമീറ്ററാണ് ട്രെക്ക് ഉള്ളത്. 7 കിലോമീറ്റർ നമ്മൾ ഒറ്റയ്ക്കും 10 കിലോമീറ്റർ ഗൈഡിൻ്റെ ഒപ്പം.
പിന്നെ ഗൈഡ് വേണമെന്ന് പറയണതോ? ഗൈഡിന് പറയണത് 1200 രൂപയാണ്. അത് ഓഫ് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റ് ഒന്നും വിടില്ല. സാധാരണ ടൂറിസ്റ്റ് ഉണ്ടാവാറുണ്ട്. അവരുടെ ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവില്ലാണ്ട് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു 1200 പറയണത് രണ്ടുപേർ കൂടെ. എന്താ ചെയ്യുക? എന്നിട്ട് പറയുന്നുണ്ട് ഗൈഡിൻ്റെ ആവശ്യമില്ലാണ്ടും പോവാം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു വീട്ടിൽ ഒരു ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് നോക്കാം. Advance. मुझे एक फ्रेंड है, उसका नाम भी बशर भाई. കാണുന്ന ഇതാണ് ഇവരുടെ സ്കൂള്. ബാക്കിലത്തെ ഉണ്ടല്ലേ. ഹായ് ഹായ്. അതിന് ബാക്കിൽ കാണുന്നതാണ് സ്കൂള്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ വീടാണ്. ഈ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ചായ കുടിച്ചത്. അവിടുത്തെ ചെക്കനായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ, കഴിക്കാൻ ഫുഡ് വന്നു. തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് തന്നെ പോയാൽ മതി. ആ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാവൂ, അവിടെ നിന്ന് തന്നെ വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇട്ടേക്കാം. ഷൂസ്, ഞാൻ ഇതിന് ഷൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂസും കിട്ടി നമുക്ക്. മലയാളം നിന്റെ പേര് എന്താ? നിന്റെ പേര് എന്താ? ബൈ. നമ്മൾ കമ്പൊക്കെ ആയിട്ട് പോവാ. ഞാൻ ഇതിന് കുട കേട്ടോ. ഞാൻ ഇത് പ്രീമിയം കൈ കവ്. ഇങ്ങനത്തെ വില്ലേജിൽ നിൽക്കുന്നതും ഒരു അടിപൊളി വൈബാട്ടോ. ഒന്നാലോചിച്ച് നോക്കുക. കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, നെറ്റ്വർക്ക് ഇല്ല, ഫോണില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ആധുനിക സാധനങ്ങളുമില്ല. എത്രയോ വർഷം പഴക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ ചെയ്യണം അല്ലേ. ഒരുപക്ഷെ ഇവർക്ക് നമ്മുടെ സൗകര്യങ്ങളായിരിക്കും പിടിക്കുക, ഇഷ്ടപ്പെടുക. അവരുടെ ജീവിതം ഈസി ആവുമല്ലോ. നമുക്ക് ഇത് ഒരു വ്യത്യസ്ത അനുഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ സുഖം തോന്നുന്നത്. പിന്നെ ബാത്റൂം ആയാലും ജസ്റ്റ് ഒരു കുഴിയിൽ മണ്ട 2 പലക, അതൊരു അതെ, അതിൻ്റെ പുറത്ത് ഒരു ചാക്ക് വെച്ച് ഇങ്ങനെ മറച്ച് വെക്കണം. ഇത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണൂല, എന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറ് വരെ അല്ലെങ്കിൽ നെഞ്ച് വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതുപോലെ തന്നെ ഒരു അരുവിയുടെ മേളിലായിട്ട് അരുവിയുടെ നടുക്ക് ഒരു 4 കമ്പ് കുത്തി ചാക്ക് വെച്ച് മറിച്ചു. അതവരുടെ കുളിമുറി. എന്തായാലും പക്ഷേ ഭയങ്കര സ്നേഹം കേട്ടോ. അന്നപ്പോഴും ഭയങ്കരമായിട്ട് സ്നേഹിച്ചു നമ്മൾ. ഈ ചായയും ആഹാരം ഒന്നും പൈസ നോക്കിയിട്ടല്ല, ഒരു പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല. എന്നാലും നമ്മൾ നമ്മുടെ സന്തോഷത്തിനെ കുറച്ച് കൊടുത്തു. എന്നിട്ട് അവിടുത്തെ ചെറിയ പയ്യനെയും കൊണ്ട് നമ്മൾ മല കയറാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് സീസൺ അല്ലാത്തതുകൊണ്ടാണ്. കേട്ട് വെച്ചിട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 10-20 പേരായിട്ടുള്ള ഗ്യാങ് ആയിട്ട് ഓരോ ഗൈഡിൻ്റെ കൂടെയും പോകും. ഒരു ഗൈഡ് 3000 ആയിരിക്കും ചോദിക്കുക. അതൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ കാര്യം നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്യും എന്നൊക്കെ കേട്ടത്. ഇവിടെ വന്നപ്പോൾ ഒന്നുമില്ല, വെറും 5 വീടുകളുള്ളൊരു സ്ഥലത്തെത്തി. എവിടെ പോവാന്ന് ഒരു അമ്മൂമ്മ ചോദിച്ചു. തുലിയാൻ പോവാന്ന് പറഞ്ഞു. എങ്ങനെയാ പോണേ? നടന്നാ പോണേ? ചായ കുടിക്കാം. അങ്ങനെ അവിടുത്തെ പയ്യനോട് ചോദിച്ചു വരുന്നു. 1200 രൂപ തരണമെന്ന് പറഞ്ഞു. ബാർഗെയിൻ ചെയ്ത് 500 രൂപ ചെക്കനെ കൊണ്ട് പോരുന്നു. ചെക്കൻ നമുക്ക് വടി തന്നു, ആയതിന് ബൂട്ടും കൊടുത്തു. ഇതെല്ലാം നടക്കണതേ ഇവനെ കൊണ്ടാട്ടോ. ഇവൻ നെഗോഷിയേറ്റ് ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ്. എങ്ങനെ ആൾക്കാരെ കയ്യിലെടുക്കുമെന്ന് ഇവൻ്റെ ആയുള്ള ട്രിക്ക് വേറെ എവിടെയില്ല. എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ഇവൻ്റെ കൂടെ വന്നുകൊണ്ടുള്ള ഗുണം അതാ. ഒന്നും ചെയ്യണ്ട, ഒപ്പം നടന്നാൽ മതി. ഓന് ആൾക്കാരെ സംസാരിച്ച് വീഴ്ത്തും. ബാർഗെയിൻ പോലും ചെയ്യാണ്ട് ചെറിയ പൈസക്ക് പോവും. അതായത് ചിരിച്ചേ, ഈ ചിരിയിലെ ആൾക്കാരെ വീഴ്ത്തണേ. ഈ മല നമ്മളിങ്ങനെ കയറണം. നമ്മളിപ്പോൾ ഈ മല ഇങ്ങനെ കയറിയാ വന്നത്.
രസമുണ്ട് കേട്ടോ, വഴിയില്ല, അതുകൊണ്ട് രസമുണ്ട്. Arjit Singh. ഇവിടെ ശരിക്കും ഇത് അൺഎക്സ്പ്ലോർഡ് ആയതുകൊണ്ട് വഴിയൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ മല കയറാം, അതുകൊണ്ടാണ് നമ്മളൊരു ഗൈഡിനെ ഹയർ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകണ്ടേ എവിടേക്കാ പോകണ്ടേന്ന് അറിയാണ്ട് ഈ കാട്ടിലിങ്ങനെ അലഞ്ഞിരിയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ വരുന്നവർ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഫസ്റ്റായിട്ടൊരു ഗൈഡിനെ ഹയർ ചെയ്യുക. ഷോർട്ട് കട്ടാ. ആ മലയുടെ താഴത്താട്ടോ പേൽഗാം, ആ മല. അവിടുന്ന് നമ്മൾ നടന്നു. ഇപ്പോൾ അടുത്തുനിന്നാണ് നമ്മൾ അടുത്ത മലയുടെ തോന്നുന്നു, പക്ഷേ ആ മലയുടെ കീഴത്തുനിന്ന് നമ്മൾ നടന്നു തുടങ്ങിയത്. ഇപ്പോൾ വേറൊരു മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. എത്രയോ മല കയറിയിട്ടാണ് ഈ മല കയറുന്നത്. ഇത് ഭയങ്കര കുത്തനായിട്ടുള്ള മഴയുണ്ടോ അല്ലേ കേട്ടോ. ചായ ഏതോ ചെക്കന്മാർ വെള്ളത്തിൽ കൈയും കാലം കൈയിട്ടൊക്കെ പോകുന്നത്. ഒരു മരം ഇങ്ങനെ കത്തിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. മിന്നലെ എത്തിയാന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ജസ്റ്റ് ആ കത്തിയേക്കണ എന്നിട്ട് അങ്ങനെ തോന്നുന്നു. ഇവിടെ ആരും തീടാൻ ചാൻസ് ഒന്നും ഇല്ലല്ലോ എന്തായാലും. ശരിക്കും നല്ല കുത്തനുള്ള കേട്ടോ. കുത്തനെന്ന് പറഞ്ഞാൽ അടിപൊളി. ഇങ്ങനെ കുത്തനെ കിടക്കുക മല. ഈ മല കയറണം, 3 മല കയറണം അത്രേ കേട്ടേക്കണേ. അറിയില്ല പോയൊക്കെ അത്ര മല കയറണം. ഇപ്പോൾ ഒരു മല കയറിക്കൊണ്ടിരിക്കുക. ഭയങ്കര ഘോരമായ കാട് തന്നെ കേട്ടോ. ഇതൊന്നും ഒരു അനക്കവുമില്ല. മനുഷ്യൻ പോകുന്നതിൻ്റെയോ വരുന്നതിൻ്റെയോ രസമാട്ടോ. നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഫീലല്ലേ ഇത്. ഇത് കുറച്ച് നല്ല ഫീൽ കിട്ടും. ഒരു കാടിൻ്റെയും മലയുടെയൊക്കെ ഒറിജിനൽ ഫീലെന്ന് പറഞ്ഞാൽ കിട്ടും. കാര്യം അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ബോർഡ് ഉണ്ടാവും, ടൂറിസ്റ്റ് ഓഫീസിൻ്റെ കാര്യങ്ങളുണ്ടാവും, കസേര, മനുഷ്യന്മാർ, കടകൾ, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. അതുകൊണ്ട് ഇത് അങ്ങനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് വെച്ച്. കാര്യം വിചാരിക്കണക്കല്ല അമ്മാതിരി കുത്തനെയുള്ള കയറ്റ കയറണേ. അതല്ലേ ഈ ഫീല് ഭയങ്കര കേട്ടോ. ശ്രീനഗർ പോകുന്നൊരു ദിവസം കൂടി ഇതേപോലെ ഏതായാലും മഴയിലേക്ക് കയറിയ മുതലായിരുന്നല്ലേ. ശ്രീനഗർ പോണതിന് ഇതുപോലെ ഒരുപാട് ട്രക്ക് ഉണ്ടാവൂലേ. ഇന്നലെ നമ്മൾ പോയ അഹർബൽ വാട്ടർഫാളിലും ഇതേപോലെ ട്രക്ക് ഉണ്ടെന്നാണ് കേട്ടത്. അത് ഭയങ്കര ഇത്, പക്ഷെ ഇത് മോഡറേറ്റ് ഡിഫിക്കൽട്ടിയാ, അത് ഹൈ ഡിഫിക്കൽട്ടി ട്രക്കിങ്ങാ. 3 ദിവസമൊക്കെ എടുക്കും എത്തേണ്ടടുത്ത് എത്താൻ. വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം വരുന്നൊരു ഗ്ലേസിയറിലേക്കാണ് ആ ട്രക്ക് പോവുക. നല്ല 3 ദിവസം എടുക്കും, നല്ല പാടുമാണ്. അതായത് കൊള്ളാം, ഇങ്ങനെ ഇരിക്കാൻ കൊള്ളാം. ഓരോ സ്ഥലങ്ങൾ കയറുമ്പോഴും അവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖം കിട്ടും. ഈ മല കേട്ടോ നമ്മളിപ്പോൾ കയറി വന്നേ. ഇറ്റ് ഈസ് ടു മച്ച്. നല്ല ഏരിയ. നമുക്ക് ആ മറ്റേ മലയുടെ ഏകദേശം ഉയരത്തെത്താറായി. മോഡറേറ്റ് ഇതാ. അപ്പോൾ അഹർബൽ അലച്ചക്ക് അഹർബൽ പോണം കേട്ടോ ഒരു ദിവസം. എന്തിനെങ്ങനെ ചെയ്യണേ ഇത് കഴപ്പാ. ഓൻ ചെയ്തോട്ടല്ലേ, ഓൻ്റെ ഇടം അല്ലേ. എന്നാ പോ.
എത്തുന്നുണ്ടാവുമെന്ന് ഇല്ല. കുതിരയല്ലേ നല്ല സ്പീഡിൽ പോകും. നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു ഒരു കയറിപ്പോയി. 10 മണിയായി ഇപ്പോൾ സമയം. മഴ വീണതിൻ്റെ അവിടെ ഒക്കെയാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ പിന്നെ മുഷ്കിലാവും. നമ്മളെന്തായാലും അവിടെ പോവും. വന്ന സ്ഥിതിക്ക് കയറിയ സ്ഥിതിക്ക് നമ്മളെന്തായാലും പോകും. അവര് പിന്നെ കുതിരക്കാരെ ഒപ്പം നടക്കുന്നവർ എന്നും നടന്ന ശീലമുള്ളവരാണ്. ഓർക്കും പെട്ടെന്ന് വരാൻ പറ്റും. നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പാടാ. കുതിര സ്പീഡിൽ പോകുമല്ലോ. എന്നാലും വലിയ പ്രശ്നമില്ല, എൻജോയ് ഉണ്ട്. പോവാ. बहुत अच्छा। ഇപ്പൊ ഞാന് ഗൈഡുമായി അവൻ ബ്ലോഗറുമായി. क्या लगा भाई? अच्छा लगा टूलिया? കുത്തനുള്ളൊരു ഏറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം, ഒരു ചങ്ങായി മേളിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ പറഞ്ഞു കടുവ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കണ്ടെന്ന്. അപ്പോൾ കുറച്ച് ചെറിയൊരു വീഡിയോടെ, അത്യാവശ്യം നല്ല വലിയൊരു വീഡിയോടെ ഇവിടെ പയ്യെ ഒന്നും മിണ്ടാണ്ട് കയറുകയാണിപ്പോൾ.